blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായി സഹകരിച്ച വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തിരുവല്ലയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ ഇളയ മകന് നല്ല ഒരു ജോലിയും കർത്താവെ തൻ്റെ വിവാഹം നടക്കാനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. 2 മക്കൾക്കും കുടുംബത്തിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ കുടുംബത്തെ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾ ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. സഹോദരിയുടെ പേര് റോജ. സഹോദരി BEdന് പഠിക്കുന്ന സമയത്ത് സഹോദരി പറയുന്നത് എന്ത് പഠിച്ചാലും താൻ മറന്നുപോകും. തനിക്കത് പഠിക്കുന്ന കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ പരീക്ഷ പേപ്പറിൽ എഴുതാൻ തനിക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ താൻ പറയുന്നത് തൻ്റെ ഇത്രയും വർഷത്തെ പഠനത്തിനിടയിൽ തനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചേക്കുന്ന 72%. അതിൽ കൂടുതൽ മാർക്ക് തനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ബ്ലെസ്സിംഗ് ടുഡേ സ്ഥിരം കാണുന്നവരായതുകൊണ്ട് ഇവർ ഒരു മൈ പ്രയർ ഡയറി പോസ്റ്റലായിട്ട് ഓർഡർ ചെയ്ത് ഇവർ വരുത്തി. അതിനുശേഷം ഈ സഹോദരി എപ്പോഴും അതിലെ പ്രാർത്ഥനകൾ പരീക്ഷയ്ക്ക് മുൻപൊക്കെയുള്ള പഠിക്കുന്നതിന് മുൻപൊക്കെയുള്ള ആ പ്രാർത്ഥനകൾ സ്ഥിരമായി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്നെ BEdന് പഠിച്ച് അതിൻ്റെ ഫൈനൽ എക്സാം ചെയ്യുന്ന സമയത്ത് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല, പഠിച്ചെല്ലാം മറന്നു പോകും. പക്ഷേ താൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് പരീക്ഷയ്ക്ക് ഹോളിൽ കയറുന്നതിന് മുൻപ് പോലും ഈ മൈ പ്രയർ ഡയറി തുറന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈ സഹോദരി പറയും, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പറഞ്ഞാൽ തൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ പരീക്ഷയ്ക്ക് തൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് താനിങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒത്തിരി ഭയങ്കരമായിട്ടൊന്നും പഠിക്കാതെ പോയി എഴുതിയ എക്സാം പോലും ഈ മൈ പ്രയർ ഡയറിയിലെ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് വളരെയധികം ഉയർന്ന മാർക്കൊക്കെ കിട്ടുവാനിടയായി. ഈ സഹോദരി എക്സാമിന് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ടാണ് താൻ ഹോളിൽ കയറുന്നത്. സഹോദരി പറയുന്നത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചില പേപ്പറുകളൊക്കെ തനിക്ക് ടഫായിരുന്നെങ്കിലും താൻ പറയുന്നത് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ 82%-ലധികം മാർക്ക് തനിക്ക് ലഭിച്ചു. അതുവരെ 72 ചരിത്രത്തിൽ ലഭിച്ച എൻ്റയർ പഠന ജീവിതത്തിൽ തനിക്ക് ആകെ ലഭിച്ചേക്കുന്ന 72 മാക്സിമം. പക്ഷേ താൻ പറയുന്നത് 82% തനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത അത്രയും ഒരു മാർക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചു. ഇത് മൈ പ്രയർ ഡയറി എന്ന പുസ്തകത്തിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടല്ല, അതിലുള്ള പ്രാർത്ഥനകൾ ദൈവവചനം കോർത്തിണക്കി ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ്. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി ലഭിക്കുന്നു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവെ, ഈ മകൾക്ക് കൊടുത്ത ഉയർന്ന ശതമാനത്തിനായി നന്ദി പറയും. കർത്താവെ, ഇത് കാണുന്നവർ കേൾക്കുന്നവരുടെ ജീവിതത്തിലും കർത്താവ് വിവിധ മേഖലകളിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
So we are carrying the Holy Spirit. നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ The വഹിക്കുന്നവരാണ്. Holy Spirit is God Himself. ആ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. But remember, the Holy Spirit is a very, very gentle spirit. എന്നാൽ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് എന്നുള്ളത് വളരെ മൃദുവായിട്ടുള്ള He ആത്മാവാണ്. can easily be hurt അവന് വളരെ പെട്ടെന്ന് വേദനിക്കും. if we use ungodly words. നാം ഇത്തരം ദുഷിച്ച വാക്കുകൾ ഉപയോഗിച്ചാൽ, If we use ungodly words, it can grieve the Holy Spirit and it can put out the fire. ഓർക്കുക, ഇത്തരം തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയും നമ്മുടെ അകത്തുള്ള തീയെ നാം കെടുത്തിക്കളയുകയുമാണ് ചെയ്യുന്നത്. Somebody say hallelujah. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ. So we have to cleanse the words that is coming out of our mouth. We have to cleanse the vocabulary, the language. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ അത് വളരെ വിശുദ്ധിയുള്ളതായിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. Then 31, get rid of all bitterness, rage, anger, brawling, slander, along with every form of malice. 31-ാമത്തെ വചനം, എല്ലാ കയ്പും കോപവും ക്രോധവും ആവലാതിയും പരദൂഷണവും സകല തിന്മയും നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. Then he says, be kind and compassionate to one another, forgiving each other just as in Christ God forgave us. 32-ാമത്തെ വചനം, നിങ്ങൾ പരസ്പരം ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. Do you know something? Jesus, through parables, he taught a great lesson on forgiveness. യേശു കർത്താവ് ഉപമയിലൂടെ ക്ഷമിക്കേണ്ടതിനെ പറ്റിയുള്ള വലിയ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. And one great lesson is this. അദ്ദേഹം പഠിപ്പിച്ചൊരു വലിയ പാഠം ഇതാണ്. In Christ, God has forgiven everything. ക്രിസ്തുവിൽ സകല കാര്യങ്ങളെയും കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കുകയാണ്. But when we are unforgiving to others, എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നാം ക്ഷമിക്കാതിരുന്നാൽ all the forgiven sins will come alive. കർത്താവ് നമ്മളോട് ക്ഷമിച്ച് മാറ്റിക്കളഞ്ഞ സകല പാപങ്ങളുടെയും കണക്കുകൾ പിന്നീട് എടുക്കപ്പെടുകയാണ്. There will be a reverse action. അതിൽ ഒരു വിപരീതമായ ഒരു പ്രവർത്തനം അതിൽ നടക്കുകയാണ്. So Jesus says, if you are not forgiving from your heart to others, the heavenly Father will also never forgive. നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചേക്കാം എന്ന് പറയുന്ന പാപവും ക്ഷമിക്കുകയില്ല. Praise the Lord. Praise the Lord. So if only we practice forgiveness, we will enjoy forgiveness from the heavenly Father. അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ പാപക്ഷമയെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. So the words that we speak, അതുകൊണ്ട് നാം സംസാരിക്കപ്പെടുന്ന വാക്കുകൾ, then the list is given: bitterness, rage, anger, brawling and slander, along with all forms of malice plus unforgiveness can grieve the Holy Spirit. അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാ കയ്പും കോപവും ക്രോധവും ആവലാതിയും പരദൂഷണവും സകല തിന്മയും നിങ്ങളിൽ നിന്ന് നീങ്ങട്ടെ, ക്രിസ്തുവിൽ നിങ്ങളോട് ദൈവം ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. Hallelujah. Hallelujah. If you want to keep up the natural fire, what you do is to add more substance to be consumed. ഇനി നമ്മുടെ സാധാരണ വീട്ടിലുള്ള പ്രകൃതിയുള്ള ഒരു തീയെ കാത്തു സൂക്ഷിക്കാനുള്ള മാർഗം എന്നുള്ളത് അതിനോടൊപ്പം ചില കത്താനുള്ള പദാർത്ഥങ്ങളെ നാം ഇട്ടുകൊടുക്കുകയാണ്. God will only send his fire. ദൈവം തീയെ മാത്രമേ അയക്കുകയുള്ളൂ. We should make substance available to him. എന്നാൽ ആ തീ കത്തിക്കൊണ്ടിരിക്കാനുള്ള പദാർത്ഥങ്ങളെ വസ്തുക്കളെ നാം ഇട്ടുകൊണ്ടിരിക്കണം. And let me tell you, we are the substance. ഞാൻ പറയട്ടെ, ആ പദാർത്ഥങ്ങൾ വസ്തുക്കൾ കത്താൻ കൊടുക്കുന്നത് നാം ഓരോരുത്തരുമാണ്. Fire itself cannot exist. ഓർക്കുക, തീക്ക് തനിയെ നിലനിൽപ്പില്ല. Always there should be substance added so that it can always burning. ഓർക്കുക, ആ തീ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ കത്താൻ ഉതകുന്ന വസ്തുക്കളെ പദാർത്ഥങ്ങളെ ഇട്ടുകൊണ്ടേയിരിക്കണം. Many years back when we were children, in December, in winter season,
when it was cold, my father used to set some fire on the ground. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് ഡിസംബർ മാസങ്ങളിലൊക്കെ വല്ലാത്ത തണുപ്പുള്ള മാസങ്ങളിൽ എൻ്റെ പിതാവ് സാധാരണ തീ കൂട്ടാറുണ്ട്. He would put some branches of trees and something and he will set fire. ചില മരച്ചില്ലകളും ചില കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം അദ്ദേഹം പുറത്തിങ്ങനെ ഒരു തീ കൂട്ടും. And it was our duty to bring more twigs, more dry leaves, more grass, more paper, etc., so that we can keep on warming ourselves. ആ സമയത്ത് കൂടുതൽ ചില്ലകളെയും മരച്ചില്ലകളെയും ഇലകളെയും ഉണങ്ങിയ പുല്ലുകളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അവരവരുടെ ടേൺ അനുസരിച്ച് ഇടുക എന്നുള്ളത് കുട്ടികളായ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. I still remember running to that corner, this corner, everywhere, bringing more dry leaves and more twigs. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അവിടെ ഇവിടെ മൂലയിലും പറമ്പിലും ഒക്കെ ഓടി നടന്ന ഉണങ്ങിയ ചില്ലകളും എല്ലാം വാരി കൊണ്ടുവന്ന് തീ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. The more substance we put, the more flame there will be. കൂടുതൽ വസ്തുക്കൾ ഇടുന്നതിനനുസരിച്ച് കൂടുതൽ തീ ആളിക്കത്താൻ തുടങ്ങും. Hallelujah. Hallelujah. So if you want to keep up the fire in us, we have to make ourselves more available to the fire. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തീ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ അകത്തുള്ള ആത്മാവിനെ ഇതിനു വേണ്ടി കൂടുതൽ ലഭ്യമാക്കി കൊടുക്കണം. Set away our own agendas and embrace his agenda. Give our more time to him, more of us to be available for him. നമ്മുടെ അജണ്ടകളെല്ലാം എടുത്തു മാറ്റി കളഞ്ഞിട്ട് അവന് വേണ്ടി സമയത്തെ കൊടുത്ത് കർത്താവിൻ്റെ കാര്യപരിപാടി എടുത്ത് അവന് വേണ്ടി നമ്മുടെ സമയത്തെ വിനിയോഗിക്കാം. നമ്മുടെ ആത്മാക്കളെ ഒരുക്കാമെങ്കിൽ കൂടുതൽ കാലം നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കും. Then thirdly, there should be more blowing of wind. മൂന്നാമത്തെ കാര്യം എഴുതുക, കൂടുതൽ കാറ്റിനെ പകരുക. Many years back, there were no gas stoves, ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് സ്റ്റവ് ഒന്നും ഇല്ലാത്ത no കാലമായി. electric oven, അന്ന് ഇലക്ട്രിക് അവൻ no ഒന്നുമില്ല, microwave oven, മൈക്രോവേവ് അവനില്ല, no modern things. ഇന്നത്തേതായിട്ടുള്ള മോഡേൺ കാര്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. And mothers used to use firewood. ആ സമയത്ത് അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നത് വിറക് കൊണ്ടാണ് അടുപ്പ് കത്തിച്ചിരുന്നത്. And they would use a long pipe to blow into the oven. ആ വിറക് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ കത്തലിനു വേണ്ടിയിട്ട് ഒരു വലിയ പൈപ്പിലൂടെ അവർ ഊതുമായിരുന്നു. So we need more wind to blow so that the flame is up always. ഇതുപോലെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ആ തീ കത്തി ജ്വലിച്ച് വളരെ ഉയർന്ന തോതിൽ അത് കത്താൻ തുടങ്ങും. No wind, no flame. ഒരു കാറ്റില്ലെങ്കിൽ ഒരു തീയുമില്ല. Remember on the day of Pentecost, പെന്തിക്കോസ്ത് ദിവസത്തെ ഓർക്കുക. Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം 120 people in one room. 120 പേര് ഒരു മുറിക്കകത്തിരിക്കുകയാണ്. The Holy Spirit came as separated tongue of fire. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ ആളുകളുടെ മേൽ പ്രത്യക്ഷമായി. Hallelujah. ഹല്ലേലൂയ. But there was not only fire. Just before that, the Bible says there came a strong wind into the room. അവിടെ തീ മാത്രമല്ല കത്തിയത്, പകരം ബൈബിൾ പറയുന്നു അവിടെ ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. My God. Hallelujah. Hallelujah. So when God sends fire, he sends wind also. അവർക്ക് ദൈവം ഒരിടത്തേക്ക് തീ അയക്കുമ്പോൾ കൂട്ടത്തിൽ അവൻ ഒരു കൊടിയ കാറ്റും കൂടി അയക്കുകയാണ്. Hallelujah. Hallelujah. The wind is coming so that there will be fire always burning. ഓർക്കുക, തീ കത്തിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് കാറ്റ് വരുമ്പോൾ അത് അതിശക്തമായി കത്തുകയാണ്. Hallelujah. Hallelujah. Wind and fire is a great combination. ഓർക്കുക, കാറ്റും തീയും എന്നുള്ളത് ഏറ്റവും വലിയൊരു ചേരുവക തന്നെയാണ്. Hallelujah. Hallelujah. When the fire comes, there comes the wind. ഓർക്കുക, തീ വരുമ്പോൾ കൂട്ടത്തിൽ കാറ്റും കൂടെ വരികയാണ്. And the flames of the fire will be going up high. ഓർക്കുക, തീയുടെ ജ്വാലകൾ അതിശക്തമായി മുകളിലേക്ക് ഉയർന്നു പോകുന്നു. Number 4 is add more fuel. നാലാമത്തെ കാര്യം എഴുതുക, കൂടുതൽ ഇന്ധനത്തെ കൂടെ കൊടുക്കുക. If the firewood is not burning properly,
we usually pour some kerosene or some petrol or some diesel into that. സാധാരണയായിട്ട് വിറക് അധികം ഉണങ്ങാത്ത വിറകൊക്കെ ആണെങ്കിലോ അധികം കത്തുന്നില്ലെങ്കിൽ നാം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണെണ്ണയോ കുറച്ച് പെട്രോളോ ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ തീ ആളിച്ച് കത്തിക്കാറുണ്ട്. Then it quickly will start. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ആ കത്തൽ തുടങ്ങും. Hallelujah. Hallelujah. Praise God. Praise God. So the fuel also will be added to the fire. ഓർക്കുക, ചില ഇന്ധനങ്ങൾക്ക് തീയെ ആളിക്കത്തിക്കാൻ സാധിക്കും. Exodus chapter 27 പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായം verse number 21. അതിന്റെ 21-ാമത്തെ വചനം. In the Old Testament there was a command given to the people. പഴയ നിയമത്തിൽ ദൈവമക്കൾക്ക് ദൈവം നൽകിയ ഒരു നിയമമുണ്ടായിരുന്നു. What was the ordinance? എന്തായിരുന്നു ആ നിയമം എന്നുള്ളത്, ആചാരം എന്നുള്ളത്? Verse number 21. 21-ാമത്തെ In the വചനം. tent of meeting, outside the curtain that shields the ark of the covenant law, Aaron and his sons are to keep the lamps burning before the Lord from evening till morning. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് സന്ധ്യ മുതൽ പ്രഭാതം വരെ വിളക്ക് യഹോവയുടെ മുൻപാകെ കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് അഹരോനും അവന്റെ പുത്രന്മാരും ശ്രദ്ധിക്കണം. Now this is to be a lasting ordinance among the Israelites for the generations to come. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? Hallelujah. So God said, this ordinance you cannot change. It will go to generations to come. കർത്താവ് പറയുകയാണ്, ഈ ചട്ടം നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല, ഇത് തലമുറ തലമുറയായി കൈമാറി പോകേണ്ടതാണ്. And what was the commandment? എന്തായിരുന്നു ആ ചട്ടം, നിയമം എന്നുള്ളത്? Keep the lamps burning before the Lord from evening till morning. അവിടെ കാണുന്നു, സന്ധ്യ മുതൽ പ്രഭാതം വരെ വിളക്ക് യഹോവയുടെ മുൻപാകെ കത്തിക്കൊണ്ടിരിക്കണം. Now whatever happened in the Old Testament is a shadow of the things to come in the New Testament. പഴയ നിയമത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യങ്ങളും പുതിയ നിയമത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളുടെ നിഴലാണ്. So this is also a shadow of the things to come. അതുകൊണ്ട് ഇതും വരുവാനുള്ള പൊരുളിന്റെ നിഴലായിട്ട് ഭവിച്ചിരിക്കുന്ന കാര്യമാണ്. The commandment was that the lamp inside the tent of meeting should be burning before the Lord from evening till morning. അവിടെ നിയമം എന്നുള്ളത് സന്ധ്യ മുതൽ പ്രഭാതം വരെ വിളക്ക് യഹോവയുടെ മുൻപാകെ കത്തിക്കൊണ്ടിരിക്കണം. That means through the night it cannot die out. അതിന്റെ അർത്ഥം രാത്രി മുഴുവൻ അത് കെട്ടുപോകാൻ Should be പാടില്ല, always burning. അത് കത്തിക്കൊണ്ടേയിരിക്കണം. So it was Aaron's and other priests' duty to always look on the lamp. അഹരോന്റെയും പുത്രന്മാരുടെയും ഉത്തരവാദിത്തമാണ് രാത്രി മുഴുവൻ ഇത് കത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. So always very keenly they will be watching the flame, and if there were no fuel they would add fuel. അതുകൊണ്ട് രാത്രി മുഴുവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അല്പം ഇന്ധനം കുറവാണെങ്കിൽ അതിൽ എണ്ണ പകർന്ന് ആ വിളക്ക് കത്തിച്ചുകൊണ്ടേയിരിക്കും. With all the efforts they would keep up that flame till morning. ഏത് വില കൊടുത്തും രാവിലെ പ്രഭാതം വരേക്കും ആ വിളക്ക് കത്തിക്കൊണ്ട് തന്നെ നിലനിർത്തണം. Somebody say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. Jesus said, you are the light of the world. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. He puts the fire in us അവൻ നമ്മുടെ അകത്തേക്ക് ഒരു തീയിട്ടിട്ടുണ്ട്, so that we will be burning for the Lord in the presence of the Lord from evening till morning. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ അകത്തിട്ടിരിക്കുന്ന തീ വൈകുന്നേരം മുതൽ സന്ധ്യ മുതൽ പ്രഭാതം വരെയും നാമും നമ്മുടെ ജീവിതത്തിൽ കത്തിച്ചുകൊണ്ടേയിരിക്കണം. Hallelujah. ഹല്ലേലൂയ. In the Garden of Gethsemane, Jesus said, even before that, Jesus told his disciples that a night is coming in which no one can work. ഗെത്സമനെ തോട്ടത്തിൽ അതിനു മുൻപുള്ള സമയത്ത് യേശു കർത്താവ് പറയുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഇരുട്ട് രാത്രി വരുന്നുണ്ട്.
Hallelujah. Hallelujah. He was prophesying spiritually about the time and season. അദ്ദേഹം യേശു കർത്താവ് ആത്മീകമായി കാലത്തെയും സമയത്തെയും കുറിച്ചുള്ള ഒരു പ്രവചനമാണ് താൻ അവിടെ നടത്തിയിരിക്കുന്നത്. Hallelujah. Hallelujah. And we are now in that night season. ഓർക്കുക, ഇപ്പോൾ നാം ആയിരിക്കുന്നത് രാത്രിയുടെ യാമത്തിലാണ് നാം ആയിരിക്കുന്നത്. That means the daybreak is coming. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു പ്രഭാതത്തിന്റെ സമയം ആഗമനമായിരിക്കുന്നു. The morning is coming. ഇതാ പ്രഭാതം വരുവാനായി പോകുന്നു. Spiritually speaking, the world is going through night season now. ആത്മീകമായി പറയുമ്പോൾ ലോകം ഇന്ന് രാത്രിയുടെ കാലത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. And the morning is coming. ഇതാ പ്രഭാതം വന്ന് ചേരുവാനായി And പോകുകയാണ്. Jesus is called the morning star. യേശു കർത്താവ് വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രഭാത നക്ഷത്രം എന്ന പേരിലാണ്. One day the morning star will appear. ഒരു ദിവസം ഈ പ്രഭാത നക്ഷത്രം വാനിൽ ഉദിച്ചുയരും. That shows the second coming of അത് Jesus. കാണിക്കുന്നത് യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയാണ്. So the fieriness, the lightiness should burn through the night till the appearance of the morning star. അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു കർത്താവ് പ്രത്യക്ഷനാകുന്ന പ്രഭാത നക്ഷത്രം ഉദിച്ചുയരുന്ന പ്രഭാതം വരെയും അവന്റെ അകത്ത് തീ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രയർ ടൈമിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ലോകം എമ്പാട് നിന്നും അനേകർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് സ്ക്രീനിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് കർത്താവെ അങ്ങയുടെ ശക്തി ഇപ്പോൾ പ്രവഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് ഭയങ്കരമായ പ്രോബ്ലമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കഴുത്തിൽ നിന്ന് ആരംഭിച്ച് താഴേക്ക് വേദനയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിൽ മറ്റുള്ള ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ വരെ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച തിരികെ വരട്ടെ. കാതിൻ്റെ കേൾവിശക്തി തിരികെ വരട്ടെ. സംസാരശേഷി തിരികെ വരട്ടെ. ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടായി ശരീരത്തിൻ്റെ ഒരു വശം വളരെ വീക്കായി പോയ, ചലനശേഷി ഇല്ലാതെ പോയ ഒരു വ്യക്തിയെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ വിടുതൽ അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ആമാശയത്തിനകത്തുള്ള തകരാറുകൾ മാറിപ്പോകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് സൗഖ്യമാകട്ടെ. കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്.
വലിയ വിടുതലുകൾ കർത്താവെ നീ ഇപ്പോൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദുശ്ശീലങ്ങൾ മാറിപ്പോകട്ടെ, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ മാറിപ്പോട്ടെ, മാനസിക രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. അതിഭയങ്കരമായ മാനസിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ചെമ്പൂർ, പൻവേൽ, അതുപോലെ കല്യാൺ 3 സ്ഥലങ്ങളിലാണ്. തീർച്ചയായിട്ടും വന്ന് അനുഗ്രഹം പ്രാപിക്കണം. ദൂരെ നിന്നാണെങ്കിൽ പോലും വരണം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.